ഇന്ന് നമ്മളിനി ആംസ്റ്റർഡാം സിറ്റി സെൻറ്റർ കാണാനാണ് പോണേ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മളൊരു ട്രെയിൻ എടുത്ത് നേരെ നമുക്ക് സിറ്റി സെൻറ്ററിൽ വന്നിറങ്ങാൻ പറ്റും. അപ്പോൾ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. പുറത്തിറങ്ങിയപ്പോൾ നല്ല സണ്ണി ഡേ, നല്ലൊരു വെതറായിരുന്നു. ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, എന്നാലും നല്ല വെതറായിരുന്നു. സാധാരണ മഴ കാരണം വെതർ മോശമാവാറുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് നല്ല സണ്ണി ഡേ ആയിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ്റെ മുന്നിലാണ്. 135 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷൻ ഇരിക്കുന്നത് 200-ലധികം വർഷങ്ങൾക്ക് മുന്നേ പണിത 3 ആർട്ടിഫിഷ്യൽ ഐലൻഡുമാണ്. ഇത്ര നാൾ മുന്നേ ആർട്ടിഫിഷ്യൽ ഐലൻഡ് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഒരു വലിയ സംഭവം തന്നെയാണിത്. ഈ ഒരു സ്റ്റേഷനിൽ 2 ക്ലോക്ക് പോലെ കാണാം. ഒരെണ്ണം നമ്മുടെ സാധാരണ സമയത്തിനുള്ള ക്ലോക്ക്, രണ്ടാമത് നമ്മൾ കാണുന്നതാണ് വിൻഡ് ഡയൽ, അതായത് കാറ്റിന്റെ ദിശ മാറുന്നത് കാണാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണിത്. ഇത് പണ്ട് ഭയങ്കര റെലവെന്റ് ആയിരുന്നു. പണ്ട് ഇവിടെ ഭയങ്കരമായി സെയിലിംഗ് നടന്നിരുന്ന തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് നടന്നു തുടങ്ങി. അപ്പോൾ അവിടെ കുറേ പഴയ ബിൽഡിങ്സ് കാണാം, പഴയ സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഒരു ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു പള്ളി കാണാം, ഒരു കാത്തലിക് ചർച്ച് അവിടെ കാണാം. ആ കാത്തലിക് ചർച്ചിൻ്റെ അകത്തെ വീഡിയോസ് നമുക്ക് കിട്ടിയില്ല, പക്ഷെ ഡയാന പോയപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തിരുന്നു. അതിന് കുറച്ച് ഫോട്ടോസാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചർച്ചായിരുന്നു. നമ്മൾ ആ സ്റ്റേഷൻ്റെ സെൻട്രലിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കുറേ ക്ലൗഡ്സ് കാണാമായിരുന്നു കേട്ടോ. നല്ല സണ്ണി ആയ കാരണം നല്ല രസമായിരുന്നു. നിറച്ച് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ആസ്വദിച്ചിരിക്കുന്നു അന്നത്തെ ദിവസം. ആംസ്റ്റർഡാമിൽ വേറെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ബോട്ടിങ്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ കുറേ ബോട്ടിങ് സർവീസസ് കാണാൻ പറ്റും. ഇവർ ഈ സിറ്റി മുഴുവൻ നമ്മളെ കറക്കി കാണിക്കുന്ന ഒരു ബോട്ടിങ് സർവീസസ് ഉണ്ട്. പല ടൈപ്പ് ബോട്ട്സ് ഉണ്ട്. വെതർ നല്ലതാണെങ്കിൽ നമ്മൾ ഈ ഓപ്പൺ ടൈപ്പ് ബോട്ട് എടുത്താൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ഈ ആംസ്റ്റർഡാമിൽ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് കനാൽസ് ഉണ്ട്. ഇപ്പം ഈ പിക്ചറിൽ കാണുന്ന പോലെ ആംസ്റ്റർഡാം മുഴുവൻ കനാൽസ് ആണ്. അപ്പം ഈ കനാലുകൾ മുഴുവൻ നമ്മളെ കറക്കി കാണിക്കുന്ന പല ബോട്ട് സർവീസസ് ഉണ്ട്. അപ്പം ഇവിടെയുള്ള പല സ്ഥലങ്ങളും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്സ്, പിന്നെ ഗൈഡ്സ് ഉണ്ടാവും. അപ്പം ഈ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് ബോട്ടിങ്. ഈ സിറ്റി വന്നിറങ്ങുമ്പോൾ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അവിടുത്തെ ആർക്കിടെക്ചറാണ്. അവർ പണ്ടത്തെ ആ ബിൽഡിങ്സ് പ്രിസർവ് ചെയ്തുകൊണ്ടാണ് ആ സിറ്റി ഇപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ ഈ സിറ്റിയിൽ ബിൽഡിങ്സ് റെനോവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പണിയുമ്പോൾ അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിൻ്റെ ആ ഓൾഡ് ലുക്ക് കളയാണ്ട് ചെയ്യാനാണ് ഇവിടെ എൻകറേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സിറ്റി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നടന്ന് ഇപ്പോഴത്തെ സിറ്റിയുടെ സ്ട്രീറ്റ്സിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ കോബിൾ സ്ട്രീറ്റ്സ്. നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ കുറേ വേസ്റ്റ് കവറുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം എന്താ സംഭവം മനസ്സിലായില്ല. ഇത് മുഴുവൻ നല്ല വേസ്റ്റും ഇതൊക്കെ ആയിട്ടിരിക്കുന്നു. അതെന്താണോ ഇത്രയും ഭംഗിയുള്ള സ്ട്രീറ്റിൽ അവർ ഇങ്ങനെ വേസ്റ്റ് ഇട്ടതെന്ന് നമുക്ക് ആദ്യം പിടികിട്ടിയില്ല. പിന്നെയാണ് നമ്മൾക്ക് കാര്യം മനസ്സിലായത്. ചെറിയ സ്ട്രീറ്റായ കാരണം ഒരുപാട് വേസ്റ്റ് ബിൻസ് ഒന്നും ഇല്ല. അപ്പം ഈ സമയമാകുമ്പോൾ പുറത്തെടുത്ത് വെക്കുമ്പോൾ ഗാർബേജ് ട്രക്ക് വരുമ്പോൾ അതിലേക്ക് പറക്കിയിടും. അപ്പം അത് കാരണമായിരുന്നു സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനെ ഗാർബേജ് ബാഗ് ഇരുന്നില്ല. അപ്പം നമ്മളങ്ങനെ ആംസ്റ്റർഡാം തെരുവുകളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഒരുപാട് ടൈപ്പ് സ്റ്റോറുകളാണ്. എന്തൊക്കെയാണെന്ന് നമുക്കതിനെ പിടികിട്ടില്ല. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോർസ് ഉണ്ടായി. ഇപ്പം ഞങ്ങൾ ഒരു ജാപ്പനീസ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു. അവിടെ ഒരുപാട് ജാപ്പനീസ് സാധനങ്ങളായിരുന്നു. ഇപ്പം അത് ആനിമേ ക്യാരക്ടേഴ്സാണ് ഡയാന എടുത്ത് കാണിക്കുന്നത്. ഡയാന ആണെങ്കിൽ ഇപ്പോൾ കട്ട നറൂട്ടോ ഫാനാണ്. അത് കാരണം അതിൻ്റെ ക്യാരക്ടേഴ്സ് കണ്ടപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ അത് കിമോണോ കാണിക്കുന്നു. ഒരു പിങ്ക് കളർ സ്റ്റോർ, നല്ല രസമുള്ള ഒരു സ്റ്റോറായിരുന്നു. അത് കാരണം ഇതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തത്. തൊട്ടപ്പുറത്തത് വേറൊരു ആനിമേ സ്റ്റോർ. അവിടെ ആണെങ്കിൽ ഒരുപാട് കളക്റ്റബിൾസ് ഉണ്ടായി. ഇവിടുന്ന് ഡയാനെ കൊണ്ടുപോകാനാണ് പാടുപെട്ടെ. പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ജാപ്പനീസോ ചൈനീസോ സ്റ്റൈലിലൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാണ്. അപ്പൊ ഈ സ്ട്രീറ്റ്സിൽ ഒരു റിക്ഷ പോലത്തെ ഒരു സാധനം പോകണ്ട. ഇവിടെ ആണെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ ഇവർ കൊണ്ട് നടന്ന് സിറ്റി കാണിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ റിക്ഷകളുള്ളത്. നമ്മൾ നടന്നത് ഇവിടെ ഒരു കാർണിവൽ പോലെ കണ്ടു. അപ്പോൾ എന്താ സംഭവം എന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫണ്ണായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഇവിടെ ഒരു കോൺസെർട്ട് പോലെ
നടക്കുന്നുണ്ടായി. യങ് ആയിട്ടുള്ള ബാൻഡ്സ് അവരുടെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായി. പുറത്ത് കുറേ ഗെയിംസ് ഉണ്ടായി. അപ്പം നമുക്ക് ആ ബാൻഡിന്റെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. അവിടെ സ്റ്റേജിന്റെ താഴെ ഒരു കിളി പോയ മച്ചാൻ അവിടെ താഴെ എന്തോ ഇലയും പൂവൊക്കെ വെച്ച് എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ടായി. കുറച്ച് നേരം അത് നോക്കിയിരുന്നു. അതിന് പുറത്തിറങ്ങിയപ്പോൾ ഒരു പുതിയൊരു സംഭവം കണ്ടു. ഒരു പുതിയ ടൈപ്പ് ഊഞ്ഞാല് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാരും ഇങ്ങനെ ചവിട്ടി അങ്ങോട്ട് പൊന്തും. കണ്ടപ്പോ നമുക്ക് ദൈവമേ ഈ കാലം തീരും പറ്റില്ലെന്ന് തോന്നും. പക്ഷെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം എനിക്ക് കോൺഫറൻസ് ഉള്ള കാരണം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ നിന്നില്ല. എങ്ങാനും എന്തെങ്കിലും പറ്റിയാലോ, അധികം സേഫ്റ്റി തോന്നിയില്ല. പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ആംസ്റ്റർഡാം തെരുവായ കാരണം കണ്ട ചെടികളൊക്കെ മണത്തോക്ക. ആംസ്റ്റർഡാമിലെ ഈ സ്ട്രീറ്റുകളിൽ കൂടെ ഒക്കെ നടക്കാനും രസമാണ് കേട്ടോ. അധികം വണ്ടിയൊന്നും ഇല്ലാത്ത തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് ഈ സിറ്റി മുഴുവൻ കണ്ട് കറങ്ങി നടക്കാം. പിന്നെ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ വേറൊരു കാഴ്ചയാണ് ഇത്. ഈ ഒരു ഫ്ലാഗ് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. ഇത് ശരിക്കും 3 കുരിശാണ്. ഈ സിറ്റി ഇതിന് മുന്നേ ഫേസ് ചെയ്തേക്കുന്ന 3 ദുരിതങ്ങൾ, ഫയർ, ഫ്ലഡ് ആൻഡ് പ്ലേഗിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ കുരിശുകൾ. സെയിന്റ് ആൻഡ്രൂസ് ക്രോസസ് എന്നാണ് ഇതിനെ പറയാ. നമ്മൾ സിറ്റി കൂടെ നടക്കുമ്പോൾ വേറൊരു കാഴ്ചയാണ്, എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ഹുക്ക് കാണാം. ഈ ആംസ്റ്റർഡാം സ്ട്രീറ്റിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളുടെ എല്ലാവരുടെയും സ്റ്റെപ്പ് വളരെ ചെറുതാണ്. അപ്പൊ ആൾക്കാർ സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ ഇവിടെ ട്രേഡ് കുറെ നടന്ന കാരണം അതിന്റെ സാധനങ്ങൾ മുഴുവൻ കയറ്റാൻ ഇറക്കാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ വിൻഡോകൾ കണ്ടില്ലേ, അപ്പൊ ഫുൾ വിൻഡോയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് ഗുഡ്സ് കയറ്റാൻ എളുപ്പമായിരുന്നു. അതേ സിസ്റ്റമാണ് ഇന്നും അവിടെ സാധനങ്ങൾ മുകളിലേക്ക് കയറ്റാൻ ഉപയോഗിക്കുന്നത്. ഈ ഹുക്ക് നോക്കി നടന്നപ്പോഴാണ് ഞങ്ങൾ വേറൊരു സംഭവം കണ്ടത്. ചില ബിൽഡിങ്ങുകൾക്ക് ഒരു ചെറിയൊരു ചെരിവ് പോലെ തോന്നി. ഇപ്പൊ ഈ കാണിച്ച ബിൽഡിങ്ങില് ആ ഒരു ബിൽഡിങ് ചെറുതായിട്ട് ചെരിഞ്ഞ പോലെ, വേറെ നോക്കിയപ്പോ വേറെ കുറച്ച് ബിൽഡിങ് ഫ്രണ്ടിലേക്ക് ഒന്ന് ചാഞ്ഞ് നിൽക്കണ പോലെ. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴാണ് പല ബിൽഡിങ്ങുകൾക്കും ഈ ചായ്വുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ബിൽഡിങ് ഇപ്പൊ കമന്നടിച്ച് വീഴുന്ന പോലെ കിടക്കണേ, ഒരു വലിയ ഗ്യാപ്പ്. ആംസ്റ്റർഡാമിലെ പല ബിൽഡിങ്ങുകൾക്കും നമ്മളിത് കാണാൻ പറ്റും. ആംസ്റ്റർഡാം സിറ്റി മുഴുവൻ ഇരിക്കുന്നത് സോഫ്റ്റ് കളിമണ്ണ് പോലത്തെ മണ്ണമയാണ്. അതുകൊണ്ട് തന്നെ ആംസ്റ്റർഡാമിലെ എല്ലാ ബിൽഡിങ്ങുകളും വെച്ചേക്കുന്നത് മരത്തിന്റെ പോളുകളുമയാണ്. ഇവിടെ ആംസ്റ്റർഡാമിൽ ഓൾമോസ്റ്റ് 1 കോടിയോളം പോളുകൾ ഉണ്ടെന്നാ പറയണേ. അപ്പൊ ഈ പോളുകളുമേ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇരിക്കണോ അതനുസരിച്ചിരിക്കും ആ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്. അപ്പൊ ചിലതില് അത് പോരായ്മ കാരണം ആ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ചെരിയും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെരിവ് കാണാൻ പറ്റുക. ചില ബിൽഡിങ്ങുകളിൽ ഫർണിച്ചർ സ്ക്രൂ ചെയ്ത് വരെ വെക്കുന്നുണ്ടെന്നാണ് പറയണേ. വേറൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ആംസ്റ്റർഡാമിലെ കനാലുകളിൽ ഒരു ഹൗസ് ബോട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആംസ്റ്റർഡാമിലെ ഹൗസ് ബോട്ടുകൾ. അപ്പൊ പണ്ട് മുതലേ ആൾക്കാർ താമസിച്ചു തുടങ്ങിയതാണെന്ന് പറയണേ. പണ്ട് വലിയ പോപ്പുലർ അല്ലെങ്കിലും ഇന്ന് ഇതിനും ഭയങ്കര പോപ്പുലാരിറ്റിയാ. ഇന്ന് ഒരു അപ്പാർട്ട്മെന്റിന് ഓൾമോസ്റ്റ് 5 കോടി വരെ വരും. ഇത് കണ്ടില്ലേ, ഒരു സൈക്കിള് ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ആംസ്റ്റർഡാമിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സൈക്ലിംഗ്. ഇങ്ങനെ മരത്തുമ്മ കെട്ടി വെച്ചേക്കുന്നുണ്ടാ. ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന കാര്യമാണ് സൈക്കിൾ മോഷണം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കെട്ടി വെക്കണത്. അപ്പൊ നമ്മളൊരു 5 മിനിറ്റ് നിന്നാൽ എത്ര സൈക്കിൾ പോകുന്നത് ഈ വീഡിയോയിൽ കണ്ടറിയാം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ സിറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സ്റ്റോറുകളുണ്ട്. അതിലൊരു വെറൈറ്റി കട ഞങ്ങൾ കണ്ടു, നിറച്ച റബ്ബർ ഡക്സ്. ഇത് കണ്ടില്ലേ, സ്പൈഡർമാൻ. അവിടെ ഒരുമാതിരി ഫുൾ റബ്ബർ ഡക്സ്. ഇത് എന്താണെന്ന് ഞങ്ങൾ ആദ്യം കാര്യം പിടിയിട്ടില്ല. പിന്നെയാണ് അറിഞ്ഞത് ഇവിടെ ഫ്ലോറന്റീൻ ഹോഫ്മൻ എന്ന് പറയുന്ന ഒരു ഡച്ചുകാരൻ ഒരു വലിയ റബ്ബർ ഡക്ക് ഉണ്ടാക്കിയിരുന്നു സിറ്റിയിൽ. അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷനിൽ ഇതേപോലത്തെ പല സ്റ്റോറുകൾ ഉണ്ട് ഇപ്പൊ. പിന്നെ ആംസ്റ്റർഡാം ഫേമസ് ആയിരിക്കുന്നത് ഇതാണ്, ക്ലോംപ്, ഒരു വുഡൻ ഷൂ. ഇത് ശരിക്കും പണ്ട് ഒരു വർക്കിംഗ് ഷൂസ് പോലെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഷൂകളാണ് ഇത്. ഇന്നും ചിലർ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആംസ്റ്റർഡാമിൽ എവിടെ പോയാലും നമുക്കിത് കാണാം. ഇത് കണ്ടില്ലേ, അതിനു വേണ്ടി മാത്രം ഒരു കട. എല്ലാ സൈസിലും കീ ചെയിനായിട്ടും കാലുമിടാനും സൂവിനിയേഴ്സ്, പല ടൈപ്പ് സൂവിനിയേഴ്സ് ഉണ്ട്. അതേ കടയിൽ തന്നെ വേറൊരു സംഭവം കണ്ടു.
ഇവിടെ കുറച്ച് പശുക്കൾ തല കുത്തിക്കുന്നത്. പിന്നെ ആംസ്റ്റർഡാമിൽ അറിയാലോ, ക്ഷാമം തീർന്ന് കാണാം ഇതേപോലെ. പക്ഷെ നമ്മൾ കാണാത്ത പല സാധനങ്ങൾ പോലും ഉണ്ടായിരുന്നു. കനാബിസിന്റെ ഡ്രിങ്കാണ് കാണുന്നത് മുഴുവൻ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കയറി. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, ചെറുതായിരുന്നു, പക്ഷെ നല്ല സർവീസും നല്ല ഫുഡും. ഞങ്ങൾ കുറച്ച് സൂപ്പ് കഴിച്ചു, കുറച്ച് ചിക്കനും കുറച്ച് ഫ്രൈഡ് റൈസും ഒരു ബീഫിന്റെ ഒരു ഡിഷൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ഇതേപോലെ കുറെ ട്രാൻസ് കടകളായിരുന്നു, മുഴുവൻ കളർ. അത് കഴിഞ്ഞ് സ്റ്റിക്കർ ഇല്ലാണ്ട് ട്രാൻസ് ആവാനുള്ള കടയാണ്. ഇത് മുഴുവൻ മാജിക് മഷ്റൂമുകളാണ്. ഇത് കണ്ടില്ലേ, വിഷ്വൽ എഫക്റ്റ്, എനർജി എഫക്റ്റ്, ബോഡി എഫക്റ്റ്. ഇത് നല്ല രസമായിരുന്നു കാണാൻ. ഇത് മുഴുവൻ സൈക്കഡെലിക് ആയിട്ടുള്ള മഷ്റൂംസ് ആണ് ഇവിടെ വിൽക്കുന്നത് മുഴുവൻ. അപ്പൊ അത് വിഷ്വൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ റെഡ് ലൈറ്റ് കണ്ടറിയാലോ എവിടെ എത്തിയെന്ന്. നമ്മൾ റെഡ് ലൈറ്റ് സ്ട്രീറ്റ് എത്തി. ഇവിടെ ആംസ്റ്റർഡാമിൽ ഈ സ്ട്രീറ്റ് ഓൾമോസ്റ്റ് 800 വർഷം പഴക്കമുണ്ട്. ലൈസൻസ്ഡ് ആയിട്ടുള്ള ബ്രോത്തൽസ് ആണ് ഈ സ്ട്രീറ്റ് മുഴുവൻ കാണാനുള്ളത്. പകൽ സമയത്ത് ഈ സ്ട്രീറ്റ് കണ്ടാൽ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ രാത്രി സ്ട്രീറ്റ് തന്നെ മാറി മറിയും. ഇത് മുഴുവൻ ഗവൺമെന്റ് ലൈസൻസ് വെച്ചാണ് പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇതെല്ലാം വെൽ റെഗുലേറ്റഡ് ആണ്. ഈ റൂമുകൾ ഓരോന്നും റെന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി. രാത്രി സമയത്ത് നമുക്ക് ഈ വിൻഡോസിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിടിച്ചു കഴിഞ്ഞാൽ 25,000 രൂപ വരെ പിഴയുണ്ട്. അപ്പം നമ്മൾ രാവിലെ ഈ വിൻഡോസ് കാണിച്ചിരുന്നത്. ഇപ്പം ഇവിടെ കണ്ടില്ലേ, മുഴുവൻ റെഡ് കർട്ടൻസ് ഇട്ട് വെച്ചേക്കുന്ന ഈ റൂമുകളാണ് രാത്രി അവിടെ വർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു വലിയ സ്ട്രീറ്റിൽ ബ്രോത്തൽസ് ഉണ്ട്, തിയേറ്റേഴ്സ് ഉണ്ട്, ടാറ്റു പാർലേഴ്സ് ഉണ്ട്. പകൽ സമയത്ത് പിന്നെ ഇവിടെ കുറച്ച് കോഫി ഷോപ്സും നമുക്ക് കാണാം. 350ഓളം സെക്സ് വർക്കേഴ്സ് ആണ് ഇവിടെ ഈ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലുള്ളത്. മെയിൻ സ്ട്രീറ്റിൽ നിന്ന് ബ്രാഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കുറെ സൈഡ് സ്ട്രീറ്റ്സും ഇവിടെ കാണാം. പിന്നെ ഈ സ്ട്രീറ്റിന്റെ പേര് എന്തുകൊണ്ട് റെഡ് ലൈറ്റ് സ്ട്രീറ്റ് വന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം കാണാമല്ലോ. എല്ലാ വിൻഡോസിലും റെഡ് ലൈറ്റും കർട്ടൻസ് ആണ് അവർ യൂസ് ചെയ്യണത്. ഇനി ഒന്ന് ശ്രദ്ധിച്ച് കേട്ട ഒരു പള്ളിമണി കേൾക്കാം. 2 പള്ളിയുണ്ട് ഈ റെഡ് ലൈറ്റ് സ്ട്രീറ്റിൽ. അത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആ പള്ളിയുടെ സൈഡിലും താഴേക്കായിട്ടാണ് പല റൂമുകളും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കറക്കം അവസാനിക്കുകയാണ്. ഇനി നാളെ ഞങ്ങൾ ടൂലിപ്സ് ഗാർഡൻ കാണാൻ ഒരു സ്റ്റീം ട്രെയിനിൽ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ അതെ. ഇനിയും വരുന്ന വീഡിയോസ് കാണാനായിട്ട് വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് അതുവഴിയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഇനി വരുന്ന വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും.